ിലേക്ക് ബിജെപി പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. പട്ടികയിൽ 10 വൈസ് പ്രസിഡന്റുമാരും 4 ജനറൽ സെക്രട്ടറിമാരും. ടി രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരും. ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിരമിച്ച മുൻ DGP ആർ ശ്രീലേഖ. സഭയിൽ ഇടപെടാനുള്ള അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ നീക്കം തടഞ്ഞ ഹൈക്കോടതി. പാത്രിയാർക്കീസ് നേരിട്ട് സമർപ്പിച്ച ഹർജി തള്ളി. മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സേവേറിയോസിന്റെ മുടക്ക് റദ്ദാക്കി ജില്ലാ കോടതി ഉത്തരവ് ശരിവച്ചു. ജ്ഞാനായ സഭയ്ക്ക് സ്വയംഭരണാവകാശമുണ്ടെന്ന മാർ സേവേറിയോസിന്റെ വാദം അംഗീകരിച്ച ഹൈക്കോടതി. രജിസ്ട്രാർ കേസ് അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ മടക്കി VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ഒപ്പിട്ട ഫയലുകൾ അംഗീകരിച്ചു. VCയുടെ നടപടികൾ അംഗീകരിക്കില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം. ആരോഗ്യ മേഖല തകർന്നതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും തകരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഡോക്ടർ മിനി കാപ്പൻ. പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച VC മോഹനൻ കുന്നുമലിന് കത്ത് നൽകി. വിവാദങ്ങൾക്ക് താൽപര്യമില്ലെന്ന കത്തിൽ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിയത് കഴിഞ്ഞ ദിവസം. പരീക്ഷാ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ ഉടൻ. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങിയേക്കും. മാർക്ക് ഏകീകരണത്തിന് പുതിയ രീതി നടപ്പാക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ സംശയം ഉന്നയിച്ച് മന്ത്രിമാർ. വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് മന്ത്രി ആർ ബിന്ദു. പുതിയ റാങ്ക് പട്ടികയ്ക്കെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ. സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. പ്രധാനമന്ത്രി കുസും യോജന പദ്ധതിയിൽ വെട്ടിപ്പെന്ന ആരോപണം. പദ്ധതിയിൽ 100 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിഷയം നിയമസഭാ സമിതി അന്വേഷിക്കണം. ക്രമക്കേടിൽ വൈദ്യുതി മന്ത്രിക്ക് പങ്കെന്നും രമേശ് ചെന്നിത്തല. മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നത് പകൽ പോലെ വെളിവാകുന്ന ഒരു കാര്യമാണ്. ഗ്രേഡിംഗ് ഇല്ലാത്ത കമ്പനികൾ അടക്കം ഉയർന്ന തുകയിൽ കോൺട്രാക്ട് നൽകി വൻ വെട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വയസ്സായാൽ നേതാക്കൾ വിരമിക്കണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പ്രായമായാൽ മറ്റുള്ളവർക്ക് വഴിയൊരുക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സന്ദേശമെന്ന് പ്രതിപക്ഷം. നരേന്ദ്രമോദിക്ക് വിരമിക്കൽ പ്രായമില്ലെന്ന് BJP. കണ്ണൂരിൽ റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് കണ്ടെത്തിയത് വളപട്ടണം റെയിൽവേ സ്റ്റേഷന് സമീപം. അന്വേഷണം ആരംഭിച്ച് റെയിൽവേ പോലീസ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരുമ്പ് കമ്പി വീണ് യാത്രക്കാർക്ക് പരിക്ക്. ഗുരുതര പരിക്കേറ്റത് 2 പേർക്ക്. നിർമ്മാണം നടക്കുന്നതിൽ സുരക്ഷാ വീഴ്ചയെന്നും ആരോപണം. തൃശൂർ പഴയന്നൂർ കുമ്പളക്കോട് ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങൾ ദുരിതത്തിൽ. കുടുംബങ്ങൾ കഴിയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ഷെഡുകളിൽ. ശൗചാലയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഉന്നതിയിൽ ദുരിതത്തിൽ കഴിയുന്നത് 14 കുടുംബങ്ങൾ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് 2ാം ദിനം 10 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിൽ. 5 വിക്കറ്റുകൾ വീഴ്ത്തി ജസ്പ്രീത് ബുംറ. സെഞ്ചുറി നേടി ജോ റൂട്ട്. മണിക്കൂറിലെ മറ്റ് വാർത്തകളിലേക്കാണ്. BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. 10